ഇവിടെ വേറെ ആർക്കും ബിസിനസ് ചെയ്യണ്ടേ? എല്ലാം അവൻ മാത്രം തീരുമാനിച്ചാൽ മതിയാ? ഞങ്ങളുടെ അപ്പന്മാർ ഒരുമിച്ച് നടത്തിയ ബിസിനസ്സാ. അവനുള്ളതും എനിക്കുള്ളതും വെവ്വേറെ എഴുത്താന്നല്ലേ. പിന്നെ ഗുണ്ടായുസം കാണിച്ച് എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ഒലത്താന്ന് കരുതിയാ അത് നടക്കില്ല. ഡിസ്റ്റിലറിയാണ് എനിക്ക് ആകെ ലാഭമുള്ള ഒരു ബിസിനസ്. അതവൻ എഴുതി കൊടുക്കുന്നത് പോയിട്ട് ഒരു ഷെയർ പോലും ഞാൻ അവന് കൊടുക്കില്ല. സേ മിസ്റ്റർ മാർട്ടിൻ, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യങ്ങളല്ല. ഐ ആം ഓൺലി ഈസ് ലോയർ. എന്നോട് മാറുന്ന പേപ്പർ കാണിക്കാൻ പറഞ്ഞു, സൈൻ ചെയ്ത് മേടിക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. ബാക്കിയൊക്കെ നിങ്ങൾ തമ്മിലായിരിക്കും. എനിക്ക് ആരോടും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ ഗോ നൗ. ഓക്കെ മാർട്ടിൻ, നിങ്ങൾ നേരിട്ട് എഡ്ഗറുമായി സംസാരിക്കുക, എന്നിട്ട് ഞാൻ വരാം. ഓ, അപ്പോൾ വക്കീലിന് ഉറപ്പാണ് ഞാൻ ഒപ്പിടുന്നു? അത് നടക്കില്ല. ഓക്കെ, സീ യു മാർട്ടിൻ. എഡ്ഗർ, അവൻ സൈൻ ചെയ്യില്ല എന്നാ പറയണത്. ഈസ് വെരി അഡമന്റ്. വണ്ടി എടുക്കണം. ആ പോയല്ലേ പുതിയ ഷെഫാണല്ലേ? ഗെറ്റ് മീ എ കോഫി. നീ നോവലൊക്കെ വായിക്കാൻ തുടങ്ങിയോ മാർട്ടിൻ? ഞാൻ സൈൻ ചെയ്യില്ല എഡ്ഗർ. മാർട്ടിൻ, ലെറ്റ് മീ ടോക്ക് ടു യു. ഞാൻ ആദ്യം പറയട്ടെ, നീ ആ എഗ്രിമെന്റ് വായിച്ചു? നീ വായിക്ക്, നിനക്കും ഗുണമുള്ള കാര്യം. ഐ ഗിവ് യു 20% പ്രോഫിറ്റ്. എനിക്ക് 80% മതി. കോമഡിയാണോ? ഇതാണ് ഞാൻ സീരിയസ് ആയിട്ടാണോ കോമഡിക്കാണോ എന്ന് പലപ്പോഴും പലർക്കും മനസ്സിലാവാറില്ല. സൈഡ് പാട്ട്, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. തിരക്കാണോ? നീ ആദ്യം കാപ്പി കുടിക്കും.
ആയുധത്തിന്റെ മൂർച്ചയിലല്ല കാര്യം. അതുപയോഗിക്കുന്ന രീതിയിലാണ്. ചങ്കൂറ്റുള്ള ഒരുത്തനുള്ളോടാ മാർട്ടി ഇതിന്റെ കൂടെ. ഇനി എഡ്ഗറിനുള്ളത് എഡ്ഗറിന്, മാർട്ടിക്കുള്ളത് എഡ്ഗറിന്. വക്കീൽ വരും. ഒരു മാറ്റവും ഇല്ല. ഇടുവച്ച് ഇതിന് വീട്ടിലൊന്നും കൊടുക്കൂലേ? ഹായ്, ഹായ്. ഓഫീസിലേക്കാണോ? കേറിക്കോ. ഓഫീസ് വരെ. ദിയ ഇന്നും സിനിമയ്ക്കാണോ? അതെ. ഓ, പ്രിയയുടെ കൂടെ ആയിരിക്കും അല്ലേ? യെസ്. ഹായ് പ്രിയ, നീ തിയേറ്ററിലെത്തിയോ? ഏതാ പടം? ഹീറോ മിൽഗയ. ആ മസിലുള്ള നായകനല്ലേ? അത് തന്നെ. എന്നാ ഞാനില്ല. എനിക്ക് മസിൽ നായകന്മാരെ കാണുന്നത് ഇഷ്ടമല്ല. ആ, ദുൽഖറിന്റെ പടത്തിന് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വരാം. നീ വാ, നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. പേടിച്ചു പോയോ? ഡ്രൈവ് ചെയ്യുമ്പോ നമ്മുടെ കൺട്രോൾ പോവരുത്. ഓക്കെ. യെസ് പ്രിയ. എടി, പടത്തിന്റെ പരിപാടി ക്യാൻസലായി. നമ്മുടെ ശില്പയുടെ സർജറി ഇന്നാ. ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ബി പോസിറ്റീവ്. നിന്റെ ഗ്രൂപ്പ് ഏതാ? ഞാൻ AB പോസിറ്റീവ്. എടി, ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകൾ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നീ അവരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വാ. ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ബി പോസിറ്റീവ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? I am positive because my blood is B positive. ഉണ്ട്. സുനേട്ടാ, പുതിയ വല്ലതും കിട്ടിയണ്ട? മറ്റേ ശിശുപാലനുണ്ട്. അതൊക്കെ എൻ്റെ അടുത്തിന്റെ പേര്. ഇതാരാ? കാപ്ര വന്നേ. ഹായ്. ഹായ്. എടാ വണ്ടി കയറ്. ബി പോസിറ്റീവ്. ടൂർ പണിയിരിക്കല്ലേ? ടൂർ. ഓക്കെ. ആസ്പത്രിയോ?
ഇവിടെയാണോ? ആ അതെ, എന്താ ഇവിടെ? നീ വാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ ഓക്കെ. എന്താ ഇവിടെ പരിപാടി? നീ വാ, പറയാം. ഹേ, ആ, ആ, എന്തായി? സർജറിക്ക് കയറ്റി. ബ്ലഡ് വേണ്ടി വരുന്ന പറഞ്ഞേ. ആളെ കിട്ടിയോ? ഉം. ആ എന്നാ വാ. ടോമേ, എന്റെ തല ചെറുതായിട്ട് കറങ്ങണം തോന്നുന്നുണ്ടാ. ഇത് ഓർജന്നെ അതുകൊണ്ട് നീ ബണ്ണ് കഴിക്കും. ബണ്ണെന്റെ പട്ടിക്ക് വേണം. ഇത് ഓർജന്നറാ. അത് തീർന്നു. പുറത്തെണ്ടി കയ്യും. നീ വലിയവനാടാ. ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയല്ലേ നീ നിന്റെ ചോര കൊടുത്ത? ആ പെണ്ണിന്റെ പേരെന്താ പറഞ്ഞത്? ഇത് പേര് പേരാ ഷീലു. ഷീലു. അപ്പൊ ഈ ഷീലുവിന്റെ ശരീരത്തിൽ ഇനി എന്റെ ചോരയായിരിക്കും ഓടുന്നത്. പിന്നെ അപ്പൊ ഈ ഷീലുവിനെ അറിയാമോ അവക്ക് എന്റെ ചോര കൊടുത്തേക്കണത്? അത് രോഗി അറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാനിപ്പോ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചോര കൊടുത്തേക്കണത്? ചേ എടാ, ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. പാടില്ലല്ലേ? അങ്ങനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ എന്റെ നന്മ പോവല്ലേ അല്ലേ? ആ എന്നാലും അവളത് കാണാൻ പറ്റൂടാ? കാണാൻ പറ്റില്ല. പാവം ഐസിയുല. ദാ ഈ ജ്യൂസ് കുടിച്ചിട്ട് പോക്കോളൂ. ഇപ്പൊ തലർക്കൊന്നുമില്ലല്ലോ. ഇല്ല സിസ്റ്റർ. ആ കൊച്ചിനെങ്ങനെയുണ്ട് സിസ്റ്ററെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആണല്ലേ, കുഴപ്പമില്ലടാ. ആ ടോം, ഷീസ് ഫൈൻ നോ. ആണോ? കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിന്റെ ബ്ലഡ് വേണ്ടി വരില്ല. ഹേയ്, അതൊന്നും ഒരു കുഴപ്പമില്ല. Thank you so much. എന്തിന്? വിളിച്ചപ്പോ ടോം വന്നല്ലോ. It's okay, anytime. അല്ലടാ. ദിയ പോവാം. ആ, ആ. ടോം, ഞങ്ങളൊന്ന് ഹോസ്റ്റലിലേക്ക് പോവാ. അവളുടെ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്. ഓക്കെ ഞങ്ങൾ ഇറങ്ങാറേ. ഓക്കെ, എടാ, വാ. ഈ എടുത്ത ബ്ലഡ് തിരിച്ചു കിട്ടിയല്ല? അത് കുഴപ്പമില്ലടാ, നീ വാ. കുഴപ്പമില്ലേ? എടാ, എന്റെ ബ്ലഡ് അല്ല എടുത്ത്. ഈ കത്തോലും വൺസ് അഗൈൻ താങ്ക്സ് ടോം. It's okay. ഞാൻ ടോമിനെ വിളിച്ചോളാം. വിളിച്ചോളൂ. ഓക്കെ, ബൈ. 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 അല്ല, ബൈ. ഇപ്പൊ ചിക്കൻ മുഴുവൻ നിനക്ക് ബില്ലെനിക്കും 2 ബ്ലഡ് എടുത്തിട്ട് 10 രൂപ ഫ്രൂട്ട് തന്നിടും വേണ്ടികള്. അമ്മ അവിടെ മൂക്കിലൂടെ പഞ്ഞി. അവളെന്നെ വിളിക്കാന്ന് പറഞ്ഞു. നീ എന്നെ നമ്പർ കൊടുത്താ? ഇല്ല, നമ്പർ അറിയാം. നീ കൊടുക്കൂല. ആ വണ്ടി എടുക്ക. ഏത് വണ്ടി? വണ്ടി ഇല്ലല്ലേ? വണ്ടി ഞാൻ പറയട്ടോ. വണ്ടി ഓട്ടോക്ക് പോ. എടുത്താ നിങ്ങൾ ഒരു പോട്ടംകളി. നിനക്കെന്താണ് 2 ദിവസമായിട്ട് ഉഷാറില്ലാത്ത? ഓ എന്താ? ഒന്നുമില്ല. മസിലൊന്നും ഇപ്പൊ ആർക്കും ഇഷ്ടല്ല. ആർക്ക്? അല്ല, ഞാൻ പൊതുവെ പറഞ്ഞ. പിന്നെ സഞ്ജയദത്തിന് സൽമാൻ ഖാൻ ഒന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. അതാ ഇവിടെ ദുൽഖറിനും ഫാദറിനും മസിലുണ്ടായിട്ടാ? അവർക്ക് അഭിനയിക്കാൻ അറിയാം. അതിനെ ചവിട്ടി കൂടിയാ. എടാ കള്ളാ. അതെ, വേഗം റെഡിയാവ്. എന്നെ സ്റ്റേഡിയത്തിൽ കൊണ്ടുവിടണം. പെയിന്റിംഗ് കോമ്പറ്റീഷൻ പോകാം. പെയിന്റിംഗ് കോമ്പറ്റീഷൻ? നീയാ? ഇവനെ ഒന്ന് കൊണ്ടാക്കണേ. ഓട്ടോക്കാരൻ വരില്ല എന്ന് പറഞ്ഞു. എന്റെ ഗ്രേസി, ഞാനിങ്ങനെ ചോരത്തിളപ്പ് നിൽക്കുമ്പോ ഇതുപോലെ എന്റെ മുമ്പ് വന്ന് നിൽക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ടില്ലേ? ശരിക്കും വരാം. വേണോ? ഇന്ന് പെയിന്റിംഗ് ആടാ? നീ തിരിച്ചെങ്ങനെ പോവും? ഞാൻ അപ്പനെ വിളിച്ചോളാം. ചേട്ടാ പൊക്കോ, ഇതിലേ പൊക്കോ, വേഗം പൊക്കോ. ഹായ് വിഭ. ഹായ് അങ്കിൾ. ഓഹോ, മോള് വരയ്ക്കുന്ന ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഓക്കെ ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. ഒറ്റക്ക് വന്നാൽ മതിയായിരുന്നു. എനിക്ക് ഇതും പോയി പാട്ടാക്കും. വൃത്തിയായിട്ടാ. ഓൾ ദി ബെസ്റ്റ്.
വെരി ഗുഡ് ജോബ് ഡിയർ. നൈസ്. വെരി നൈസ്. വാട്ട്സ് യുവർ നെയിം? കർത്താവേ മിന്നിച്ചേക്കണേ. ഇവനെ ആരെ ഇങ്ങോട്ട് കടത്തി വിട്ടെ? ശരിയാക്കി തരാം. This is so cute. പോയില്ലേ? ഹായ്. എന്റെ ബ്രദർ, അനിയൻ. He's very cute. വെറുതെ അല്ല പോകാത്തത്. 5 minutes. ഓക്കെ. കൊറേ നേരമായി വായി നോക്കി ഇരിക്കാൻ തുടങ്ങി. ടോമും അനിയനും എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ദിയ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 15 years. 15 years? He's so cute. എനിക്കിങ്ങനെ ഒരു അനിയനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ചേച്ചിയും. ആഹാ, യപ്പ്. സ്മാർട്ട് ആണല്ലോ. സ്മാർട്ടല്ല, കുറച്ച് ഓവറാ. ഏയ്, he's so cute. ദിയ ഞാൻ തന്നെ ഇവിടെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. Why? തൻ്റെ ഈ ക്യാരക്ടറും ഈ പെയിന്റിങ്ങും. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ഈ പെയിന്റിങ്ങിനെ കുറിച്ച് ഒരു കുന്തവും അറിയില്ല. എന്റെ ഫ്രണ്ട്സ് ആണ് ഓർഗനൈസേഴ്സ്, സോ ഐ ജസ്റ്റ് കേം ആൻഡ് ജോയിൻ ദം. ചുമ്മാ എനിക്ക് സെലക്ഷൻ കിട്ടാത്തത്. പിന്നെ നൈസ് ടീഷർട്ട്. താങ്ക്സ്. നൈസ് ചുരിദാർ. താങ്ക്സ്. കഷ്ടം. സർ ഷുഗർലെസ്. താങ്ക്സ്. ഓ, ഫിറ്റ്നസ് ഫ്രീക്ക്. ഷുഗർലെസ് അല്ലേ? അങ്ങനെ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ഒന്നുമല്ല, പക്ഷെ ഇടയ്ക്ക് ഒരു എക്സസൈസ് അത്രേ ഉള്ളൂ. ഓ, അപ്പൊ ഈ ചേച്ചിക്ക് മസിൽ ഇഷ്ടമല്ലാത്തോണ്ടാണല്ലേ ചേട്ടൻ ഇപ്പൊ എക്സസൈസ് ചെയ്തത്. ഏയ് ഒന്നുമില്ല. But you look good like this. ആണോ? ചേച്ചി എനിക്കൊരു ലേശ് മേടിച്ചു തരുമോ? പിന്നെന്താ? ദിയ വേണ്ട, ഞാൻ മേടിച്ചു കൊടുത്തോളാം. ഓക്കെ. എന്താണ് ചേച്ചി ഒരു ഫോട്ടോ എടുത്താലോ? ആ, എടുക്കാലോ. സെൽഫി എടുക്കാം. Yeah, sure. Come. മതിയോ? താങ്ക്സ്. അപ്പൊ ശരി ടോം, കാണാം. See you. പോലെ ചേച്ചി നമ്പറോ സെൽഫി സെൻഡ് ചെയ്ത് തരാം. 996 11 11 00 00 110. 110. ഇതിൽ ബാലൻസ് ഇല്ലല്ലോ. നോക്കട്ടെ. ഈ നമ്പർ എടുത്തോ. 9747 0000 53. Okay. Bye. Bye. See you. ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടിട്ട് അവളെ വിളിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണ ലോകത്തിലെ ഫസ്റ്റ് മലയാളി അത് നീ ആയിരിക്കും. യു ആർ സച്ച് എ ലൂസർ മാൻ. പറഞ്ഞോണ്ട് ഒന്നും വിചാരിക്കരുത്. ഫുൾ ഓഫ് ഇന്ത്യ. നീ കിടന്ന ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ചോളാം. ഒറ്റക്ക് ഉണ്ടാക്കിയോ മതി. എടാ എങ്ങനെ മാങ്ങാത്തുലി, നീ ഒരു ഹലോ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് തുടങ്ങ്. ആ ഹലോ 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 ഹലോ. എടാ ഇങ്ങനൊരു നമ്പർ ഇല്ലെന്ന്. നമ്പർ ഇല്ലെന്നാ? നമ്പർ ഇല്ലാണ്ടിരിക്കും. ഇതായിരുന്നല്ലോ. കാട്ടെ.
അടിച്ചേക്കണ മെസ്സേജ് ഒന്നും അവക്ക് പോയിട്ടില്ല. എടാ ഒരു കാര്യം ചെയ്യുമ്പോ അത് നല്ല വൃത്തിയോട് കൂടി ചെയ്യണം. ഇത് വെറുതെ 9 ഒക്കെ ഉള്ള ഫോൺ നമ്പർ പിടിച്ചുകൊടുത്തേക്കണേ ശാപം. പക്ഷെ നമ്പർ ഇത് തന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വഴിയുണ്ട്. സാഹചര്യത്തിന്റെ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് അവസാനത്തക്കൊരിക്കും മിസ്സായിക്കണം. നമുക്കതിലൊരു ലസാഗുസാഗി കളി ചോദിക്കല. എന്ത് ഒത്താ ഒത്ത് എങ്ങനെ? നീ ഫോൺ കിടന്നേ, നമുക്കൊരു ഒന്നി പിടിക്കാം. ഷാഫി ഷാഫ് ചേട്ടാ, സ്ഥലത്ത് എവിടാ? തമനം. അയ്യോ സോറി, മാറിപ്പോയി. ഓ നമുക്കിനി ടൂടാ സെറ്റായിരിക്കും. ഹലോ ഹലോ, ഇത് ദിയുടെ നമ്പർ അല്ലേ? ഇത് ദിയ അല്ലേ? ചേച്ചി കൂട്ടുകാരൻ കൂടെ പിന്നെ വിളിക്കട്ടാ. ഇതല്ല മറ്റേ ടീം. നീ തന്നെ നടപടിയാവാത്ത കേസാ. ഇത് സാധാരണ വർക്കൗട്ട് വേണ്ട. ഇനി അങ്ങനെ ആണെങ്കിലും ഈ പാതിരാത്രിക്ക് വിളിക്കാന്ന് പറഞ്ഞാ മോശല്ലടാ. നമ്മ ആമ്പിളേരെ വിചാരിക്കാൻ പാടില്ല. വേണ്ട. എന്ത് മൈൻഡ് നിന്റെയൊക്കെ. എന്തായാലും ചേച്ചിയുടെ നമ്പർ കളഞ്ഞോ. I'm still waiting for the picture. I'm still waiting for the picture. അവളെനിക്ക് മെസ്സേജ് അയച്ചു. നോക്ക്. I am still waiting for the picture. കടാ, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് നമ്പറാണ് മാറിപ്പോയിക്കുന്നത്. ഏതാണ് നോക്കട്ടെ? 0. 0 നമ്പർ. ഞാനിതൊരു 1 ചോദിച്ചിരിക്കണത്. കറക്റ്റാണ്. 0 1 2 3 0 soon. Coming soon. റിപ്ലൈ കൊടുത്തോ? Jerry is so cute. Oh, Jerry is so cute. Jerry is so cute. നീ എൻ്റെ നീ എന്നടിക്ക്. അണ്ട് മറ്റേ നല്ല സ്മൈലി ഇല്ലേ അത് കിട്ടു. വർക്കൗട്ടാണ്. എൻ്റെ അനിയൻ. ഓക്കെയാണ്, സെറ്റാണ്. വരും വരും വരും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, മറ്റേ ഈ നല്ല സ്മൈലി ഇല്ലേ അതും കിട്ടും. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ടോക്സ് അല്ലേ? നിനക്ക് എന്താ കാര്യം? എടുത്ത് ഓക്കെ നീ പോടാ. എടുത്ത് ശരിക്കും ഓക്കെ എടുത്ത് ഓക്കെ. വെറുതെ Going to sleep. What പരിപാടി? പെയിന്റിംഗ് കോമ്പറ്റീഷൻ, ഡോഗ് ഷോ, കാറ്റ് ഷോ. എൻഗേജ്മെന്റ്. എടാ അവിടെ എൻഗേജ്മെന്റ് ആണെന്ന് അടിയിട്ടല്ലേ? ഓ പറയാൻ പാടില്ലായിരുന്നു. മോശമായി പോയി. You didn't tell me. നീ അവനെ ആത്മഹത്യയോ? നീ ഒരു കാര്യം ചെയ്യ്, വിശപ്പെടുത്തോ? അപേക്ഷമൊക്കെ പോട്ടെ. 100 ml 32 കാലറീസ്. അപ്പോൾ ഒരു കുപ്പിയിൽ 208 കാലറീസ്. ഓ വെറുതെ നിന്നെ പോലത്തെ കള്ളുടിക്കാത്തവർക്ക് പെണ്ണ് കിട്ടത്. പടാ തേണ്ടി. നമ്മുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. എടാ നമ്മൾ ജസ്റ്റ് അവളെ കണ്ട് വിഷ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരും കേട്ടാ. നീ കൂടുതൽ പരാക്രമം ഒന്നും കാണിക്കാൻ പോലും, മനസ്സിലായല്ല? അല്ല പോത്തു ഇങ്ങനത്തെ കേസുകളിലൊക്കെ കൂട്ടുകാർക്കായിരിക്കുമല്ല അടിപൊളി കിട്ടുന്നത്. എടാ ഫുഡ് ഇവിടെ ഇരിക്കും വീട്ടിലായിരിക്കും? മിണ്ടായിട്ടാ. പുതുശ്ശേരി ജോസഫ് ആന്റണിയുടെയും തെരേസയുടെയും മകൻ വിക്ടർ ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. പോയി. പ്ലാങ്കയിൽ ഗിയോർഗീസിന്റെയും അന്നമ്മയുടെയും മകൾ പ്രിയയെ എടാ പ്രിയ എന്നല്ല പറഞ്ഞു, ദിയ. പുതുശ്ശേരി ജോസഫ് ആന്റണിയുടെ മകൻ വിക്ടർ ജോസഫും പ്ലാങ്കയിൽ ഗിയോർഗീസിന്റെ മകൾ പ്രിയയും വിവാഹം കഴിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ട്, എനിക്ക് എതിർപ്പുണ്ട്.